ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ റെസിപ്പി നമ്മൾ ഗോബി വെച്ച് ഒരു പെപ്പർ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മസാല ആദ്യം റെഡി ചെയ്യാൻ പോവുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്തു. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഒരു 1/2 ടീസ്പൂൺ എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കൂടെ നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ ഒരു 2 മിനിറ്റ് ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചതായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് എണ്ണയിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 3 തൊട്ട് 4 മിനിറ്റ് ഇതിനങ്ങനെ റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തതും ജസ്റ്റ് ഒന്ന് ഒട്ടനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കോളിഫ്ലവർ ഒരുപാട് എണ്ണ കുടിക്കും. ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മതി. ഇതിനെ നമുക്ക് കോരി മാറ്റാം. ഇതിലേക്ക് പിന്നെയും കുറച്ച് എണ്ണ കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ആ സെയിം കടായിൽ തന്നെ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് സവാള, ഞാനൊരു 2 സവാള നീളവാക്കിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കുക, കുറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്യാം, കൂടരുത്. നമ്മൾ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ആ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സവാളയിലും ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. അതുപോലെ ഇതിനകത്ത് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3ഉം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത് വെച്ച് കോളിഫ്ലവറും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ അടച്ചു വയ്ക്കുക. അപ്പോൾ കുറച്ച് വെന്ത് ഒന്ന് മയങ്ങി കിട്ടും. ആ സവാള ഒക്കെ നമ്മളെ കോളിഫ്ലവറിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ ചുരുണ്ട് ഫ്രൈ ആയി വന്നിരിക്കും. ആ സമയം കുറച്ചും കൂടെ കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് കോളിഫ്ലവർ പെപ്പർ ഫ്രൈ റെഡിയായി, അതായത് ഗോബി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലെമൺ റൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ റൈസിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഇൻസ്റ്റയും ഫോളോ ചെയ്യുക. താങ്ക് യു.